നമസ്കാരം. നേപ്പിയറുള്ള ആൻഡേഴ്സൺ പാർക്കിലാണ് കേട്ടോ. ഒരു ടൗണിൻ്റെ നടുവിൽ ഏക്കർ കണക്കിന് ഇങ്ങനെ തടാകവും കിളികളും അതുപോലെ താറാവും ഒക്കെയുള്ള ഒരു മനോഹരമായ പാർക്കാണ്. ഏക്കർ കണക്കിനാണ് എൻ്റെ ബാക്കിൽ ഉള്ളത്. എന്താ പുറകിൽ നിറച്ച് കിളികളാണ്. ബാക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല തടാകത്തിൻ്റെ സൈഡിൽ കണ്ടൽക്കാടുകളുണ്ട്. കണ്ടൽക്കാടുകൾ നമ്മുടെ നാട്ടിലൊക്കെ ചെന്നൊരു ഫീലിംഗ് ആണ്. ഫുള്ള് ഗ്രീനറിയാണ് കണ്ടോ. ഏക്കർ കണക്കിനാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് അങ്ങറ്റത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം. കണ്ടോ, ഇഷ്ടംപോലെ താറാവുകളുണ്ട്. വേറെ എന്തോ പ്രാവ് പോലൊരു പക്ഷിയുണ്ട്. എന്തൊക്കെയോ തരം കിളികളും ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയില്ല കണ്ടിട്ട്. ഒരുപാട് താറാവുണ്ട്. എന്താ ഇതിങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു തടാകമാട്ടോ. അല്ലാതെ ചെറിയ തടാകം, അല്ലാതെ ഇതൊരു ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊന്നുമല്ല. പ്രാവ് പോലൊരു കിളിയുണ്ട്. പിന്നെ എന്തായാലും സോപ്പിട്ടിട്ട് അവരുടെ നിന്ന് എന്തോ മേടിച്ചിട്ട് ഫീഡിങ് ചെയ്യാൻ സാധനം മേടിച്ചിട്ട് ഫീഡ് ചെയ്യണേ. കാശ് ചിലവാകാതെ ഈസി ആയിട്ട് പരിപാടി നടക്കണം സോപ്പിട്ടിട്ട്. മലയാളിയൊന്നും മലയാളിയല്ലേ. നല്ല കിടിലാജാതി വൈബാട്ടോ അവിടെ. കണ്ടോ, മുമ്പിൽ ഈ തടാകത്തിലേക്ക് നോക്കിയിട്ടുണ്ടല്ലോ, നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടേ. കുറേ നേരമായിട്ട് എനിക്ക് പേര് കിട്ടാത്ത സാധനത്തിൻ്റെ പേര് കിട്ടി. ഇതിൻ്റെ പേരാണ് സ്വാൻ. ഇതിങ്ങനെ ഈ പച്ചപ്പിൽ നിന്നിട്ട് ഇങ്ങനെ പുല്ല് തിന്നാണ്. പുല്ലാണോ എന്താണോ തിന്നുന്നത് എനിക്കത് മണ്ണിനെ പോലെ എന്തിനാണ് തിന്നാണ് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നു നമ്മുടെ ജുറാസിക് പാർക്ക് സിനിമയിൽ ആ വെജിറ്റേറിയൻ ദിനോസറുകളില്ലേ, അതുകൾ നടക്കും പോലെ ഇങ്ങനെ ഈ പാർക്കിൻ്റെ പല ഭാഗത്തും വരെ കാണാം. തല ഉയർത്തിപ്പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കണം. എന്താ കാഴ്ച. ഞാൻ ആലോചിക്കുകയാണ്, ഈ ഗവൺമെൻറ് ഇതിൽ കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗവും ചിലവാക്കണം ഈ പാർക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഈ സിറ്റിയിൽ എന്തോരം വന്നറിയാം, എത്ര ഏക്കറാണ് ഈ പുല്ല് വെട്ടി എന്ത് മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണേ. ഇവിടെ ഉണ്ടല്ലോ ചെറിയൊരു ബ്രിഡ്ജുണ്ട്. ഇവിടെ എവിടെ തിരിഞ്ഞാലും നമുക്ക് ഫോട്ടോ എടുക്കാം. എവിടുന്നാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് നമ്മൾ നോക്കി നടന്നാൽ മതി. ഒക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ.